വാളയാർ രണ്ട് പെൺകുട്ടികൾ കൊല്ലപ്പെട്ട കേസിൽ ഇപ്പോൾ CBI കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ കുറ്റപത്രം അതിവിചിത്രം എന്നേ പറയേണ്ടതുള്ളൂ. ഈ കേസ് ആദ്യം അന്വേഷിച്ചത് സംസ്ഥാന പോലീസാണ്. സംസ്ഥാന പോലീസ് അന്വേഷിച്ചു, കുറ്റപത്രം സമർപ്പിച്ചു, വിചാരണ നടത്തി, എല്ലാ പ്രതികളെയും വെറുതെ വിട്ടു. അന്നാണ് യഥാർത്ഥത്തിൽ പൊതുസമൂഹത്തിന് ഇക്കാര്യത്തിൽ ശ്രദ്ധയുണ്ടാവുന്നത്. ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ ഈ വാളയാറിൽ പെൺകുട്ടികൾക്ക് നീതി വേണം എന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തുന്നു. ആദ്യഘട്ടത്തിൽ അമ്മയും അച്ഛനും പോലും ഉണ്ടായിരുന്നില്ല. അവര് CPM-കാർ പറഞ്ഞത് വിശ്വസിച്ചിരിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ കാല് പിടിക്കുക തുടങ്ങിയ കലാപരിപാടികളിലായിരുന്നു അവർ. അവസാനം ഇത് അപ്പീൽ പോവുകയും കേസ് CBI-ക്ക് വിടണമെന്ന് അമ്മ തന്നെ ആവശ്യപ്പെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് വിട്ടുവന്നത്. CBI-ക്ക് വിട്ടത്. CBI-ക്ക് വിട്ടിട്ടും ഈ കേസിന്റെ അന്വേഷണം ശരിയായ രീതിയിലല്ല പോകുന്നത് എന്ന് ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു. പലവട്ടം നമ്മൾ സമരം നടത്തി. CBI ആദ്യം ഒരു കുറ്റപത്രം സമർപ്പിച്ചു. ആ കുറ്റപത്രം പാലക്കാട് പോക്സോ കോടതി അതിനിശിതമായി വിമർശിച്ചുകൊണ്ട് പഴയ വൈൻ പുതിയ ബോട്ടിലിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്, ആ ശൈലി ഉപയോഗിച്ചുകൊണ്ടാണ്, നിങ്ങളെന്താ പോലീസിന്റെ കുറ്റപത്രം അങ്ങനെ തന്നെ ഇംഗ്ലീഷിലാക്കി ഞങ്ങൾക്ക് തന്നിരിക്കുകയാണോ എന്നാണ് ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ ആ കുറ്റപത്രം തള്ളി പാലക്കാട് പോക്സോ കോടതി. അത് തള്ളിക്കഴിഞ്ഞപ്പോൾ CBI-ക്ക് വേറെ രക്ഷയില്ലാണ്ടായി. വലിയ ജനകീയ സമ്മർദ്ദം വന്നു. അമ്മയടക്കം, സമരസമിതി അടക്കം, കേരളത്തിലെ പൊതുസമൂഹം, സാംസ്കാരിക പ്രവർത്തകരൊക്കെ തന്നെ ഇതിനെതിരായിട്ട് വന്നു. അങ്ങനെ വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ CBI സമ്മർദ്ദത്തിലാവുകയും CBI ഇപ്പോൾ ഒരു കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. രസകരമായ വസ്തുത, 3 കുറ്റപത്രത്തിലും മരണമല്ല പ്രധാന വിഷയം എന്നതാണ്. ഈ കുട്ടികൾ ആത്മഹത്യ ചെയ്തതാണ് എന്ന് ഇപ്പോഴത്തെ കുറ്റപത്രത്തിൽ പറയുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ 9 വയസ്സായ കുട്ടി ആത്മഹത്യ ചെയ്തു. 13 വയസ്സായ കുട്ടിക്ക് അറ്റ്ലീസ്റ്റ് അവിടെ എത്തും കയറിടാൻ. പക്ഷെ 9 വയസ്സായ കുട്ടിയുടെ ഹൈറ്റ് നോക്കിയാൽ അവിടെ കയറിടാൻ പോലും എത്തുന്ന സ്ഥലമല്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ വിഷയം, അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് കൊലപാതകത്തിന്റെ സാധ്യത അന്വേഷിക്കണമെന്ന്. മൂന്നാമത്തെ വിഷയം, സെലോഫിൻ ടെസ്റ്റ് ഉണ്ട്. സെലോഫിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂങ്ങുന്ന ആ ലിഗേച്ചർ എന്ന് തൂങ്ങുന്ന എന്താണ്, ലുങ്കിയോ എന്താണെങ്കിൽ അതിൽ ഉള്ള ഫിംഗർ പ്രിന്റ്സ് എടുക്കും. അതിലെ ഫിംഗർ പ്രിന്റ്സിൽ കുട്ടിയുടെ ഫിംഗർ പ്രിന്റ് ഒരെണ്ണം പോലും ഇല്ല. എന്ന് പറഞ്ഞാൽ ഇത് കൊലപാതകമാണ് എന്ന് സംശയിക്കാനുള്ള പല സാധ്യതകളുണ്ട്. ഇതൊന്നും പോലീസ് അന്വേഷിച്ചില്ല, CBI അന്വേഷിച്ചില്ല എന്ന് മാത്രമല്ല, ആത്മഹത്യ എന്ന തിരക്കഥയിൽ അവർ ഇപ്പോഴും തുടരുകയാണ്. അത് തന്നെ ഈ കേസിന് ഏറ്റവും വലിയ അട്ടിമറിയാണ്. ഈ കേസ് തുടക്കത്തിൽ അന്വേഷിച്ച ചാക്കോ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ഗുരുതരമായ തെറ്റ് ചെയ്തു എന്ന് ഹൈക്കോടതി പരാമർശമുണ്ട്. അപ്പീൽ സ്വാധീനം തെറ്റിയതെന്നും നമുക്കറിയാം. പക്ഷെ അതിനേക്കാൾ പ്രധാനമായി തെറ്റ് ചെയ്തത് ഈ ചാക്കോ ആണ്. ആദ്യഘട്ടത്തിൽ ചില പ്രതികളെ സംശയിച്ച് പിടിക്കുകയും ആ പ്രതികളെ CPM-കാർ ഇടപെട്ട് വിടുവിച്ചു കൊണ്ടുപോവുകയും ചെയ്തു എന്ന സംഭവം അവിടെയുണ്ട്. ഏതായാലും 54 ദിവസം ഈ കേസിൽ ഒരു പുരോഗതിയും ഉണ്ടായില്ല. 54ാമത്തെ ദിവസം രണ്ടാമത്തെ കുട്ടി കൊല്ലപ്പെടുന്നു. അപ്പോഴാണ് കേസ് അന്വേഷണം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത്. എല്ലാ ദിവസവും ഈ അമ്മ ആദ്യത്തെ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൊടുക്കില്ല. അവസാനം 2 കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കൂടി ഒന്നിച്ചാണ് ഈ അമ്മയ്ക്ക് കൊടുക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ വളരെ പിന്നോക്കം നിൽക്കുന്ന, എഴുത്തും വായന അറിയാത്ത, ഏറ്റവും ബാക്ക്വേർഡ് എന്ന് പറയാവുന്ന ഒരു ഏരിയയിൽ മലയാളം തന്നെ ശരിക്കും സംസാരിക്കാൻ അറിയാത്ത ഒരമ്മയാണ്, ഒരു അച്ഛനാണ്. അപ്പോ അവരുടെ ചുറ്റുമുള്ള പ്രദേശത്തുള്ള ആളുകൾ ഒരു SC വിഭാഗത്തിൽപ്പെട്ടതാണ്. SC പ്രൊമോട്ടർമാരൊക്കെ തന്നെ പാർട്ടിക്കാരുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ഇവർക്ക് സ്വന്തമായി ഒരു സ്വരം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് KPMS 2 കുട്ടികളുടെ അന്വേഷണത്തിൽ പ്രതികളെ മുഴുവൻ വെറുതെ വിട്ടപ്പോഴും ഒരു മുഖ്യമന്ത്രിയെ തന്നെ കാണാൻ പോയത്. അപ്പോ അതവിടെ അവരുടെ ബാക്ക്ഗ്രൗണ്ടാണ്. ആ കേസിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് CBI കുറ്റപത്രം കൊടുത്തിരിക്കുന്നത് വളരെ രസകരമാണ്. അച്ഛനും അമ്മയും ഇതിൽ പ്രതിയാണ് എന്നതാണ്. മറ്റാരാ പ്രതികൾ നമുക്കറിയില്ല. മനസ്സിലാക്കിയിട്ടത് പഴയ പ്രതികളൊക്കെ തന്നെ ജീവിച്ചിരിക്കുക. 2 പ്രതികൾ മരിച്ചുപോയി. ഒരാൾ ആത്മഹത്യ ചെയ്തു, ഒരാൾ കൊല്ലപ്പെട്ടു. 2 പേര് ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നു, നമുക്കറിയില്ല. ഏതായാലും ബാക്കിയുള്ള പ്രതികളും അച്ഛനും അമ്മയും കൂടി പ്രതിയാക്കി കൊടുത്തിരിക്കുകയാണ് കേസ്. വിചിത്രമാണ് കേസ്. എന്തായാലും അച്ഛനും അമ്മയെ കുട്ടിയെ കൊന്നു എന്ന് പറയാൻ പറ്റില്ലല്ലോ. കാരണം ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും 30 കിലോമീറ്റർ ദൂരെയാണ്. അവിടെ ജോലി കഴിഞ്ഞ് അവർ വരുമ്പോഴാണ് ഇത് കാണുന്നത്. ആദ്യത്തെ കുട്ടി കൊല്ലപ്പെട്ട് വരുന്നു കാണുന്നു. അത് കഴിഞ്ഞ് അവർ 50 ദിവസം ജോലിക്ക് പോകുന്നില്ല. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോൾ അവർക്ക് നിത്യ കൂലിക്ക് കൺസ്ട്രക്ഷൻ പണി ചെയ്യുന്നവരാണ്. അവർക്ക് പോകാതിരിക്കാൻ പറ്റില്ല. അവര് ജോലിക്ക് പോയി തിരിച്ചു വരുമ്പോൾ 54ാമത്തെ ദിവസം ഇത് കൊല്ലുന്നു. രണ്ടാമത്തെ കുട്ടി പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ കുട്ടിയെ കൊല്ലുന്ന ആളുകളെ ഞാൻ കണ്ടു, മുഖം മറച്ചിരുന്നു, ഇന്ന രൂപത്തിലുള്ള ആളുകളാണ്. അതുപോലും ഇതുവരെ അന്വേഷണത്തിന് എടുത്തില്ല. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് എടുക്കേണ്ട ഒരു കേസിന് പകരം അമ്മ അല്ലെങ്കിൽ അച്ഛൻ, രക്ഷിതാക്കൾ കുറ്റക്കാരാണ് എന്ന വിചിത്രമായ ഒരു സംഗതിയാണ് വന്നിട്ടുള്ളത്. ഈ തിരക്കഥ CPM-കാർ, അവിടുത്തെ ലോക്കൽ ആളുകൾ കുറെ കാലമായി പ്രചരിപ്പിക്കുന്നതാണ്. അത് നമ്മുടെ നാട്ടിൽ ആദ്യമൊന്നുമല്ല. സൂര്യനെല്ലി കേസ് വന്നപ്പോൾ സൂര്യനെല്ലിയിലെ പെൺകുട്ടിയുടെ അമ്മയാണ് കുഴപ്പമെന്ന് പറഞ്ഞു. വിതുര കേസ് വന്നപ്പോൾ അതിന്റെ വീട്ടുകാരാ കുഴപ്പമെന്ന് പറഞ്ഞു. അവസാനം കവിയൂർ കേസ് വന്നപ്പോൾ അച്ഛനാണ് പ്രതി എന്ന് പറഞ്ഞു.
എന്ന് പറഞ്ഞാൽ ഇരകളുടെ കുടുംബത്തെ ആക്രമിക്കുകയും അവരെ മോശക്കാരാക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ പൊതു സമീപനം. ഇപ്പൊ എന്തിനാ ഹണി റോസിന്റെ കേസ് വന്നപ്പോൾ പോലും അവരുടെ കുറ്റങ്ങളാണ് കൂടുതൽ ആളുകൾ പറയുന്നത് വേറൊരർത്ഥത്തിൽ. എന്ന് പറഞ്ഞാൽ അതെന്തോ ആവട്ടെ, ഇവിടെ 2 കുട്ടികൾ കൊല ചെയ്യപ്പെട്ടിട്ട് ആ കൊലപാതകത്തിൽ ഒരു പ്രതികൂലമില്ല എന്ന് പറയുന്നതോടുകൂടി ഈ കേസ് അങ്ങേയറ്റം ദുർബലമാവുകയാണ്. നമ്മുടെ അന്വേഷണം അവരുടെ മൊറാലിറ്റി അല്ല കോടതി അന്വേഷിക്കുന്നത്, അവരുടെ ഈ ക്രിമിനൽ കേസ് നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ 302 എന്ന് പറയുന്ന പഴയ IPCയുടെ വകുപ്പ് ഇവിടെ എവിടെയും കാണാനില്ല. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇവർ പറയുന്ന വളരെ വിചിത്രമായ ഒരു ന്യായം എന്താന്ന് വെച്ചാൽ, ഇതിനു മുമ്പ് പീഡിപ്പിക്കപ്പെട്ടു, അത് അച്ഛനും അമ്മയും പറയുന്നുണ്ട്. ഈ പ്രതികൾ ഇതിനു മുമ്പ് ഈ കുട്ടികളെ ആക്രമിച്ചിട്ടുണ്ട്, അത് ബന്ധുക്കളാണ്. അതുകൊണ്ട് തന്നെ ചേച്ചിയുടെ മകനോ അങ്ങനെയുള്ള ആളുകളാണ് ആ ചേച്ചിയോടും മകനോടും പറഞ്ഞു ഇനി എന്റെ വീട്ടിൽ കടന്നു പോരുന്നത്. ഇപ്പൊ ഇവര് പറയുന്നത് അത് പറയാതിരുന്നു, അന്ന് പോലീസിനോട് പറഞ്ഞില്ല, അതാണ് പ്രശ്നമായത് എന്നാണ്. അത് വളരെ വിചിത്രമാണ്. ഇതേ വാദം അല്ലെങ്കിൽ ഇതേ കമന്റ് പാലക്കാട് പോക്സോ കോടതിയിൽ പ്രതികളെ വെറുതെ വിട്ടുകൊണ്ട് നടത്തിയ വിധിയിൽ വന്നിട്ടുണ്ട്. ആ വിധിയിൽ വന്ന കമന്റ് എന്താ? അവിടുത്തെ ജഡ്ജി പറഞ്ഞു, ഇങ്ങനെ 2 മാസം കഴിഞ്ഞിട്ടാണ് ഈ അമ്മ പരാതി പറയുന്നത് ഇങ്ങനെ കുട്ടികളെ ആക്രമിച്ചു എന്ന്. അതിന് ഹൈക്കോടതി ജഡ്ജി കൊടുക്കുന്ന നല്ല 1-ാം തരം വിശദീകരണമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഈ ജഡ്ജിക്ക് എന്താ അവരുടെ സാമൂഹ്യ സാമ്പത്തിക സാഹചര്യങ്ങൾ അറിയില്ലേ? സ്വന്തം ബന്ധുവായ ഒരാൾ തന്റെ വീട്ടിൽ ഒരു പെൺകുട്ടിയെ ആക്രമിച്ചാൽ ഉടനെ പോയി പോലീസിൽ കേസ് കൊടുക്കുകയോ നാട്ടുകാരോട് പറയുകയോ ചെയ്യില്ല, അത് നാണക്കേടാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? ആ ബന്ധുക്കളോട് പോയി പറയും, നിങ്ങൾ ഇനി വരരുത്, കിടക്കരുതെന്ന് പറയും. ഇത് സ്വാഭാവികമായി നമ്മളോട് നടക്കുന്ന കാര്യമാണ്. ഇതറിയാതെയാണ് ജഡ്ജി ഇങ്ങനൊരു കമന്റ് ഇട്ടത് എന്നാണ് ഹൈക്കോടതിയുടെ പരാമർശം. എന്ന് പറഞ്ഞാൽ അതുപയോഗിച്ച് ഇപ്പോൾ ഹൈക്കോടതി തന്നെ തള്ളിക്കളഞ്ഞ ഒരു പരാമർശം ഉപയോഗിച്ച് അച്ഛനമ്മയെ പ്രതിയാക്കുക. അതിന്റെ പിന്നിൽ 2 ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, യഥാർത്ഥ പ്രതികൾ ഒരിക്കലും പിടിക്കപ്പെടരുത്, കൊലപാതകത്തിലേക്ക് ഈ കേസ് പോകരുത്. രണ്ടാമത്തെ വിഷയം, ഈ കൊലപാതകത്തിലേക്ക് ഈ കേസ് പോകാൻ കാരണമാകുന്നത് ജനങ്ങളുടെ സമ്മർദ്ദമാണ്, അമ്മയുടെയും ഒക്കെ സമരസമിതിയുടെയും പോരാട്ടങ്ങളാണ്. അവരെ ദുർബലപ്പെടുത്തുക. അമ്മയച്ഛനെ പ്രതിയാക്കിയാൽ അവർ ദുർബലരാകും എന്നാണ് ഇവർ കണിയടിച്ചിട്ടുള്ളത്. അമ്മ പറഞ്ഞ ഒരു വളരെ ലളിതമായൊരു ചോദ്യമുണ്ട്. CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് പോയത് ഞാനാണ്, നുണപരിശോധന എന്നെ നടത്തിക്കൊള്ളാൻ ആവശ്യപ്പെട്ടത് ഞങ്ങളാണ്. ഏതെങ്കിലും തരത്തിൽ ഇതിൽ കുറ്റവാളികളാണെങ്കിൽ ഇത് ആവശ്യപ്പെടും. CBIക്ക് വേണമെങ്കിൽ നുണപരിശോധന നടത്തായിരുന്നു, CBIക്ക് വേണമെങ്കിൽ മറ്റു കാര്യങ്ങൾ അന്വേഷിക്കാമായിരുന്നു. ഈ അമ്മയ്ക്ക് വേണമെങ്കിൽ വെറുതെ വീട്ടിലിരുന്നാൽ മതി, ഞാൻ CBI അന്വേഷണം ആവശ്യപ്പെടാതെ പോയാൽ മതി, പ്രതികളെയൊക്കെ വെറുതെ വിട്ടപ്പോൾ. അതല്ലല്ലോ അമ്മ ചെയ്തത്. അപ്പൊ എന്തുകൊണ്ട് ഇത്രയും കാലം ദീർഘമായി എല്ലാം സഹിച്ച് ദിവസക്കൂലിക്ക് പോകുന്ന ഒരു അമ്മയും അച്ഛനും സമരത്തിന് പോയി? ഇതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. തങ്ങൾ കുറ്റക്കാരാണെങ്കിൽ ആരെങ്കിലും അതിന്റെ പിന്നാലെ പോകും. മാത്രമല്ല, ഇത് അങ്ങനെ പുറത്തുള്ള ഒരാളല്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഈ കേസ് അട്ടിമറിക്കാനും ഈ കേസിന്റെ പിന്നിൽ യഥാർത്ഥത്തിൽ ഇതിൽ ആദ്യത്തെ പ്രതിയാവേണ്ടത് ഈ കേസ് ആദ്യം അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥനാണ്. കാരണം എന്താണ് ആദ്യത്തെ കുട്ടി മരിച്ചിട്ട് പോലീസ് ചെയ്തത്? 2 ആളെ കസ്റ്റഡിയിൽ എടുക്കുന്നു, ആരോ പറഞ്ഞു വിടുന്നു, പിന്നെ പോലീസ് ഒന്നും ചെയ്യുന്നില്ല. ഒരു പെൺകുട്ടിയുടെ അസ്വാഭാവിക മരണം നിൽക്കട്ടെ, എന്തെങ്കിലും ഒന്ന് അന്വേഷിക്കണ്ടേ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെ വളരെ വൈകിയ തയ്യാറാക്കുന്നത് എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ ഒരു അട്ടിമറിയിൽ പ്രതീക്ഷിക്കുന്നു. അട്ടിമറി പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, ഈ അട്ടിമറിച്ച ആളുകൾ ഭരണകൂടത്തിന് വേണ്ടപ്പെട്ട ആളുകളാണ്. ഈ അമ്മയോട് CBIക്ക് വേണ്ടി CBIയോട് ഒരു പ്രോസിക്യൂട്ടർ, പബ്ലിക് പ്രോസിക്യൂട്ടർ വേണമെന്ന് ആവശ്യപ്പെട്ടു. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പോലും രമ ആവശ്യപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടറെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്തുകൊണ്ട് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ കൊടുത്തില്ല? കൊടുക്കാൻ ആദ്യം മുതലേ തയ്യാറല്ല. എന്ന് മാത്രമല്ല, നമ്മുടെ ഹൈക്കോടതിയിലെ പ്രമുഖ CBI സ്റ്റാൻഡിംഗ് കൗൺസിലെ അഭിഭാഷകൻ പരസ്യമായി പറഞ്ഞു, നിങ്ങൾ വല്ലാതെ സമരത്തിന് വന്നാൽ അച്ഛനെയമ്മയെ ഞാൻ പ്രതിയാക്കും എന്ന് പറഞ്ഞാൽ അച്ഛനെയമ്മയെ പ്രതിയാക്കാൻ ഇവർ തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് ഇവരുടെ വാദം. അച്ഛനെയമ്മയെ പ്രതിയാക്കും എന്നുള്ളത് അത്തരത്തിൽ ഒരു സംഘാടനം പാലക്കാട്ട് ഈ സങ്കുചിത അല്ലെങ്കിൽ പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്. ഈ അച്ഛനും അമ്മയാണ് പ്രതി, അച്ഛനും അമ്മയാണ് പ്രതി, അച്ഛനും അമ്മയും പ്രതി ആയിക്കോട്ടെ. നമ്മളിപ്പോഴും പറയുന്നത് അച്ഛനും അമ്മയും പ്രതിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. പക്ഷേ കുട്ടികളുടെ മരണം എങ്ങനെയുണ്ടായി എന്നന്വേഷിച്ചില്ല. അവിടെ നിന്നാണല്ലോ കേസ് തുടങ്ങുന്നത്, പോക്സോ കേസായിട്ടല്ല തുടങ്ങുന്നത്. കുട്ടികൾ എങ്ങനെ കൊല്ലപ്പെട്ടു എന്ന് പറയണ്ടേ? എന്തായാലും കൊന്നത് അച്ഛനും അമ്മയും അല്ലാത്തതുകൊണ്ട് കൊന്നത് ആരാണ്? ഈ അച്ഛനും അമ്മയും പറഞ്ഞിട്ടാണ് കൊന്നെങ്കിൽ ആകെട്ടെ, കുഴപ്പമില്ല, ഗൂഢാലോചന കേസ്. ചാക്കോക്കെതിരെ കേസില്ല, പ്രതികളെ വിടുവിച്ചു കൊണ്ടുപോയി. ഇപ്പൊ നമ്മൾ പെരിയ കേസിൽ CPMകാർക്ക് ഇപ്പൊ പെരിയ കേസ് കഴിഞ്ഞപ്പോൾ ഉടനെ CBI വളരെ മോശമായിരുന്നു. ഇപ്പൊ CBI വളരെ നല്ലതാണ്. CPM സഖാക്കളൊക്കെ എന്ന് പറയുന്നത് കണ്ടില്ലേ, CBI ഇപ്പൊ അമ്മയെ പ്രതിയാക്കിയില്ലേ? അമ്മയെ പ്രതിയാക്കിക്കോട്ടെ, നമുക്ക് വിരോധമില്ല. കാരണം ഇതിൽ അമ്മ കുറ്റം ചെയ്തതിന് അമ്മ ശിക്ഷിക്കപ്പെട്ടെ, അച്ഛൻ കുറ്റം ചെയ്ത് ശിക്ഷിക്കപ്പെടട്ടെ. പക്ഷെ ഇവിടെ കുറ്റപത്രം കൊടുത്തിട്ടുള്ളൂ, കുറ്റപത്രം കോടതി ഇതുവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ പെരിയ കേസിൽ കുറ്റപത്രം കൊടുക്കുക മാത്രമല്ല, വിചാരണ നടത്തി അവരുടെ 4 സഖാക്കളെ, മറ്റു 10 പേര് കൂടാതെ 4 സഖാക്കളെ 5 വർഷത്തേക്ക് ശിക്ഷിച്ചു. എന്നിട്ട് അവർ പറയും CBI ശരിയല്ല.
പക്ഷെ ഇവിടെയോ കുറ്റപത്രം കൊടുത്തോടുകൂടി CBI ഗംഭീര സംഭവം. ഇത്തരം അവസരവാദങ്ങളല്ല നമ്മൾ കാണേണ്ടത്. സത്യസന്ധമായി ഈ കേസിൽ ഈ കുട്ടികൾ എങ്ങനെ കൊല്ലപ്പെട്ടു എന്ന് കണ്ടെത്താൻ ഇവർക്ക് കഴിയുമോ? വീണ്ടും ആത്മഹത്യാ കഥയുമായിട്ടാണോ CBI വരുന്നത്? അങ്ങനെയെങ്കിൽ CBIക്ക് വലിയ തെറ്റുപറ്റി. CBI കേസ് മാത്രമല്ല, മറ്റു പല കേസുകളും ചെയ്തിട്ടുണ്ട്. അഭയ കേസ് 4 കുറ്റപത്രം തള്ളിപ്പോയി. മഹേന്ദ്രൻ എന്ന് പറഞ്ഞ മലബാർ സിമെന്റിൽ ഒരാൾ കൊല്ലപ്പെട്ടു, അയാളുടെ 2 മക്കൾ തൂക്കിലേറ്റപ്പെട്ടു, അയാളും തൂക്കി മരിച്ചു. ഇയാൾ തൂക്കിക്കൊന്നാണ്, അത് ആത്മഹത്യയാണ് എന്ന തിരക്കഥ CBI ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓരോ തവണയും കുറ്റപത്രം കൊടുക്കും, കുറ്റപത്രം കോടതി തള്ളും, വീണ്ടും ഒരു കൊല്ലം കഴിയുമ്പോൾ വീണ്ടും കുറ്റപത്രം കൊടുക്കും, കുറ്റപത്രം തള്ളും. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ CBI കേരളത്തിലെ ചില രാഷ്ട്രീയ കക്ഷികളും അവരുടെ ആളുകളുമായി അടുത്ത ബന്ധത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് CBIയുടെ കേരളത്തിന് പുറത്തുനിന്നുള്ള ഒരു സംഘം ഇത് അന്വേഷിക്കണമെന്ന് അമ്മ ആദ്യം മുതൽ ആവശ്യപ്പെടുന്നത്. കാരണം ഇവിടെ ലോക്കൽ സംഘം അന്വേഷിച്ചാൽ ഇവിടുത്തെ സ്വാർത്ഥ താല്പര്യങ്ങൾ വരും. അതുകൊണ്ട് വാളയാർ കേസിന്റെ കാര്യത്തിൽ നമ്മൾ നീതിയുടെ പോരാട്ടത്തിൽ തുടരുക തന്നെയാണ്. അമ്മയും അച്ഛനും കുറ്റക്കാരാണോ എന്നുള്ള കാര്യം കോടതി പരിശോധിക്കട്ടെ. നമ്മളത് കുറ്റക്കാരല്ല എന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ പ്രതികൾ ആരാണെന്ന് കണ്ടെത്തുന്നത് വരെ ഈ പോരാട്ടം തുടരും. ഇതിനിടയിൽ ഈ കേസ് അട്ടിമറിച്ച സോജൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന് IPS കൊടുക്കാനുള്ള ശ്രമം നടക്കുന്നു. അതിനെയും ഞങ്ങൾ ശക്തമായി എതിർത്തിട്ടുണ്ട് കോടതി വഴി. ഇത് നിയമ പോരാട്ടവും വേണം, ജനകീയമായ പോരാട്ടവും വേണം. ഇത്തരം ഇരകളുടെ കുടുംബത്തെ ആക്രമിച്ചുകൊണ്ട് കേസ് ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്ന രീതിക്കെതിരായി ശക്തമായ ജനകീയ പ്രതിരോധം ഉയരണം. ഇപ്പൊ നവീൻ ബാബുവിന്റെ കാര്യത്തിലായാലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. നവീൻ ബാബുവിന് എന്തോ കുഴപ്പം പറ്റിയെന്നുള്ള അർത്ഥത്തിലാണ് ഒരു പ്രചരണം വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇരകൾക്കാണ് കുഴപ്പം, വേട്ടക്കാർക്കല്ല എന്നുള്ളതാണ്. അത് സംഭവിക്കാൻ പാടില്ല. കേരളത്തിൽ ഇതുവരെ നടന്നു വന്ന കാര്യങ്ങൾ അതാണ്. അതിൽ നിന്ന് മാറി ഇരകളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇതിന് ചിന്തിക്കാൻ കഴിയണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ വാളയാർ കേസിൽ സത്യം, നീതി കണ്ടെത്തപ്പെടുക തന്നെ ചെയ്യും.